ഫ്യൂരിയോസ മാഡ് മാക്സ് സാഗ എന്ന സിനിമ റിലീസായിട്ടുണ്ട്. മാഡ് മാക്സ് ഫ്രാഞ്ചൈസിൽ വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ്. ഇതിൽ ഞാൻ ആകെ കണ്ടിട്ടുള്ളത് മാഡ് മാക്സ് ഫ്യൂരി റോഡ് എന്ന് പറയുന്ന സിനിമയാണ്. എൻ്റെ മോനെ, ആ പടമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെ എന്തൊക്കെ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പുകഴ്ത്തണം എന്നെനിക്കറിയില്ല. ഒരു ഗംഭീര ഒറിജിനൽ സിനിമയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സിനിമയല്ല, നമ്മുടെയൊക്കെ കയ്യിലിരിപ്പുകൊണ്ട് ലോകം ആകെ 3G തെറ്റി നിന്നൊരു കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതും എങ്ങനെയായി തീരുമെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു വിഷ്വലാണ്. അത് അത്രയും ബിലീവബിളാണ്. വിഷ്വലി അത് ചെയ്തു വെച്ചിരിക്കുന്നത്, അതിൻ്റെ VFX പരിപാടികൾ, അതിൻ്റെ ആർട്ട് പരിപാടികൾ, ആക്ടിങ്, ആ വേൾഡ് ബിൽഡിങ്, അത് അത്രയും കൺവിൻസിങ് ആയിട്ട് അവതരിപ്പിക്കൽ. എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്തൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഞാൻ ഒരുപാട് വട്ടം ആവർത്തിച്ച് കണ്ടിട്ടുള്ളൊരു സിനിമയാണ് മാഡ് മാക്സ് ഫ്യൂരി റോഡ്. അതിലെ ഫ്യൂരിയോസ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി പറയുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ ഒരു പ്രീക്വൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ആ ഗണത്തിൽപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ ഈ സിനിമ കാണാൻ പോകുമ്പോഴും എൻ്റെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് ആകാശമുട്ടയാണ്. അങ്ങനെ ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. എനിക്കതിൻ്റെ സൗണ്ട് ഡിസൈനിങ് പരിപാടികളൊക്കെ അത്യാവശ്യം നല്ല രസമായിട്ട് തോന്നി. അത് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോഴാണെങ്കിലും അതിലെ ബ്ലാസ്റ്റിംഗ്, ഒരുപാട് ഫൈറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. അതല്ലാതെ ആ വേൾഡ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്ന സൗണ്ട് പരിപാടികൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഉണ്ട് സിനിമയിൽ. എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട, ഇപ്പോൾ മാഡ് മാക്സ് ഫ്യൂരി റോഡിൽ ഞാൻ കണ്ടു പരിചയിച്ചിട്ടുള്ള ആ ക്യാരക്ടേഴ്സിനെയൊക്കെ ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഒരു ത്രില്ലായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പെർഫോമൻസുകൾ എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്രിസ് ഹെംസ്വർത്ത് അത് പുള്ളിയാണ് എന്നുള്ള സാധനം ഞാൻ വിട്ടു. അതായത് ഈ പുള്ളീനെ ഇതിനു മുമ്പ് നമ്മൾ സിനിമയിലൊക്കെ കണ്ട് നമ്മുടെ മൈൻഡിലുള്ളൊരു പിക്ചറൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വിട്ടെന്നേ. അത്രയും രസമായിട്ട് ആ ക്യാരക്ടറായിട്ട് പുള്ളി മാറുന്നുണ്ട്. എല്ലാവരും വളരെ രസമായിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റോറി പരിപാടിയൊക്കെ കുഴപ്പമില്ലായിരുന്നു, കുറച്ച് ഡ്രാമ കൂടുതലായിരുന്നു. മാഡ് മാക്സ് ഫ്യൂരി റോഡ് കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ്, അവരുടെ ഒരു റോഡിൽ അല്ലെങ്കിൽ അവരുടെ യാത്രയിലുള്ള അങ്ങനത്തെ കുറച്ച് വാർ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേറെ ലെവലായിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് ചുരുങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നി. അതായത് ഈ ആക്ഷൻ സംഭവങ്ങൾ കുറച്ച് ചുരുക്കിയിട്ട് അതിൻ്റെ ഒരു സ്റ്റോറി ലൈനിലൊക്കെയാണ് അതിൽ കൂടുതൽ അവർ അതിൻ്റെ ഇമോഷൻസും പരിപാടികളിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പിന്നത്തെ ഒരു മെയിൻ പ്രശ്നം, എൻ്റെ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു പോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ വിഷ്വൽ സൈഡാണ്. എന്ന് വെച്ചാൽ ഇതിൽ ആവശ്യമുള്ളൊരു വേൾഡ് ബിൽഡിംഗ് ആണെങ്കിലും അവരുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും സംഭവം അടിപൊളിയൊക്കെ ആയിരുന്നു. പക്ഷേ സിനിമ മാഡ് മാക്സ് ഫ്യൂരി റോഡ് കാണുന്ന സമയത്ത് എല്ലാം ഒറിജിനൽ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതായത് മനുഷ്യന്മാരൊക്കെ തെറിച്ച് വീഴുമ്പോഴാണെങ്കിൽ അത് മനുഷ്യന്മാർ തന്നെയാണെന്ന് പറയുന്ന ഒരു തോന്നൽ നമ്മളിലുണ്ടാവും. അത് മിക്കവാറും അങ്ങനെ ആയിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. അന്ന് അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടത് വെച്ചിട്ട് കുറേയൊക്കെ അവർ ഒറിജിനൽ ചെയ്തിട്ടുണ്ട്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ മോളിൽ നിന്ന് താഴോട്ടുള്ള മറ്റേ ഏരിയൽ ഷോട്ടൊക്കെ വെക്കുമ്പോൾ ഇത് നമുക്ക് VFX ആണെന്ന് മനസ്സിലാവുന്നേ. വണ്ടികൾ ഓടി ഇങ്ങനെ അടുത്തേക്ക് വരുന്ന ഷോട്ട്, ഒരാൾ വണ്ടിയിൽ നിന്ന് തെറിച്ച് വീഴുന്നത് പോലത്തെ സാധനങ്ങൾ, അത് നമുക്ക് മനസ്സിലാവും ഒരു മനുഷ്യ ശരീരമല്ല, അത് VFXൽ ചെയ്തതാണ് നമ്മളോട് വിളിച്ച് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇടങ്ങളിൽ അത് ഫീൽ ചെയ്തു. ആ ഒരു ഒറിജിനൽ സാധനം ഉണ്ടല്ലോ, അത് മിസ്സായിപ്പോയി എന്നെനിക്ക് ഫീൽ ചെയ്തു. അതാണ് എന്നെ തൃപ്തനാക്കാതെ പോയത്. ബാക്കി മൊത്തത്തിൽ സിനിമ കണ്ടിരിക്കാനുള്ളതുണ്ട്. പക്ഷേ ഇപ്പോൾ ഫ്യൂരി റോഡൊക്കെ ആയിട്ടാണ് എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു ഗംഭീര എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അതുമൊക്കെ ആയിട്ടാണ്. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം വലിയ കാര്യമായിട്ടുള്ളൊരു പഞ്ചിങ് സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് സ്റ്റോറിയിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും. വിഷ്വലിൽ നിരാശ തോന്നിയൊരു കാര്യം, ഇത് ഒറിജിനൽ അല്ല എന്ന് പറയുന്ന സാധനം നമുക്ക് വിഷ്വലി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒരു നിരാശയായിട്ട് എനിക്ക് തോന്നി. എന്നെ സംബന്ധിച്ചൊരു വൺ ടൈം വാച്ചബിൾ ഒരു സംഭവം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു ഭയങ്കര സംഭവമാണെന്നോ, ഇതിൽ പറയുന്ന തീം വളരെ ഗംഭീരമാണെന്നോ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ വിഷ്വലി ഇത് നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകും എന്ന് അങ്ങനെ പറയാനോ എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്തായാലും ഈ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാഡ് മാക്സ് ഫ്യൂരി റോഡെങ്കിലും കാണാൻ ശ്രമിക്കുക. അത് കണ്ടിട്ട് പോയി കഴിഞ്ഞാലാണ് കുറച്ച് മൊമെൻറ്റ്സ് നമുക്ക് മനസ്സിലാവുക. അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സ് ഇവരെന്താണ്, എങ്ങനെയാണ്, അതുപോലെ തന്നെ സിനിമ തീരുമ്പോൾ കുറേ വിഷ്വൽസിലേക്ക് പോകുന്നുണ്ട്, അതെന്താണ് എന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ഫ്യൂരി റോഡ് കാണണം. അപ്പോൾ അത് കണ്ടിട്ട് പോകാൻ ശ്രമിച്ചാൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചൊരു കുഴപ്പമില്ല, ഞാൻ കണ്ടു. എനിക്കങ്ങനെ വലിയ നിരാശയൊന്നുമില്ല. പക്ഷെ ഒരു ഭയങ്കര എന്തോ സംഭവം കണ്ടു എന്നുള്ള ഫീലും ഇല്ല. ആ ഒരു മൂഡിലാണ്. എനിവേ, നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ ഒരുപക്ഷെ മാഡ് മാക്സ് ഫ്രാഞ്ചൈസിയെക്കുറിച്ച് എന്നേക്കാൾ ഗംഭീര അറിവുള്ള ഒരാളായിരിക്കും നിങ്ങൾ. അപ്പോൾ ഇത് കുറേ കൂടി ഗംഭീരമായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.